നമ്മൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ നിസ്സാര സമയം മതിയില്ലേ ദൈവത്തിന്. എടോ, ഞാൻ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ പുറകെ ഒരുപാട് മെസ്സേജുകൾ, എനിക്ക് വാട്സപ്പ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ മെസ്സേജുകൾ വരുന്നുണ്ട്. അതേപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തും. അപ്പം ഞാനൊരു വീഡിയോ ചെയ്തിട്ടു, ഞാൻ സേഫാണ്, എനിക്ക് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോയും ചെയ്തിട്ടു. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ഞാൻ പ്രതീക്ഷിക്കാത്തൊരാൾ, ഒരു സെലിബ്രിറ്റി എനിക്ക് മെസ്സേജ് ചെയ്തിടോ. ശരിക്കും ഞാൻ ഷോക്കായിപ്പോയി. ഞാൻ വിചാരിച്ചത് ഞാൻ എല്ലാവരുടെയും കണ്ണിലെ കരടാണ്, എല്ലാവർക്കും എന്നോട് വെറുപ്പാണ്, ഞാൻ നെഗറ്റീവ് മാത്രമാണ് എന്നെക്കുറിച്ച് എല്ലാവരും പറയുക എന്നുള്ളൊരു ചിന്താഗതിക്കാരിയായിരുന്നു സത്യമായിട്ട്. തളർന്നു പോകുമ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളൊരു വ്യക്തി എന്ന് തന്നെ പറയാം. പക്ഷേ ഞാൻ എന്താണ് എന്നുള്ളത് എനിക്ക് ഇന്നൊരു 2-3 മണിക്കൂറിൻ്റെ ഉള്ളിൽ എനിക്കത് മനസ്സിലാക്കി തന്നു. അത് എന്നെ സംബന്ധിച്ച് വളരെയധികം എന്താ പറയുക, പ്രൗഡ് എന്ന് തന്നെ പറയാം. കാരണം ഞാൻ ചിത്രവര രംഗത്തേക്ക് കഴിഞ്ഞിട്ട് 12 വർഷമായി. അന്ന് തൊട്ടിട്ട് ഞാൻ സ്വയം, എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ അപമാനിക്കപ്പെടുന്നുണ്ട്, ഞാൻ ചെറുതായി പോകുന്നുണ്ട് എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരും കുറ്റപ്പെടുത്തുന്ന, എൻ്റെ ഒരു അറിവിൽ നാട്ടുകാരും വീട്ടുകാരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കുറ്റപ്പെടുത്തിയിട്ടായിരുന്നു. അപ്പോൾ ആരും കൂടെ നിൽക്കില്ല എന്നുള്ളൊരു ചിന്താഗതിക്കാരിയായിരുന്നു ഞാൻ. പക്ഷേ ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിലും നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഒരു നിമിഷം കൊണ്ട് എനിക്കത് മനസ്സിലായപ്പം ശരിക്ക് ഞാൻ എന്താ പറയുക, ശരിക്കും ഞാൻ ഷോക്കായിപ്പോയി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതിന് മുമ്പേ ഞാൻ പ്രൈം മിനിസ്റ്റർക്ക് കൊടുത്ത സമയത്ത് ഒരുപാട് സെലിബ്രിറ്റീസായിട്ടുള്ള ആൾക്കാർ എനിക്ക് വിഷ് ചെയ്തിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നെ എന്താ പറയുക, ഇങ്ങനെയൊക്കെ ചീത്ത പറയാനല്ലേ, ഒരു അധികാരത്തോടു കൂടെ സംസാരിക്കാനൊക്കെ ഓരോരുത്തർ വരിക എന്ന് പറയുമ്പോൾ വളരെയധികം പ്രൗഡ് തോന്നുന്നു എനിക്ക്. അപ്പം ഞാൻ ചിന്തിച്ചതായിരുന്നു തെറ്റ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. എനിക്ക് ഭയങ്കര ഷോക്ക് പോലെ, എന്താ പറയേണ്ടതെന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും എന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്, അല്ലെ എന്നെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പം, എന്നോട് ഇതിന് മുമ്പേ ഞാൻ സൈബർ സെല്ലിൽ പരാതി കൊടുക്കാൻ പോയ സമയത്ത് അവിടുത്തെ SI എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ആരാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്ന്. പക്ഷെ അപ്പം ഞാനൊരു മനുഷ്യന്, സാധാരണക്കാരിയായ ഒരു വ്യക്തി എന്ന് മാത്രമേ ഞാൻ അപ്പോഴും ചിന്തിച്ചിട്ടുള്ളൂ. ഞാൻ എന്നെ വരെ അഹങ്കരിച്ചിട്ടില്ല കേട്ടോ. കാരണം നമ്മളിപ്പം അഹങ്കരിച്ച് നിന്നാൽ ഒരു മിന്നലടിച്ചാൽ മതി, പോയില്ലേ നമ്മളുടെ എല്ലാ അഹങ്കാരവും എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ എവിടെയും അഹങ്കരിക്കാൻ പോയിട്ടില്ല. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പം അഹങ്കരിച്ചിട്ടില്ല കേട്ടോ, അഭിമാനം തോന്നുന്നുണ്ട്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഗൈസ്. വണ്ടറടിച്ച് പോകുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശരിക്കും ലൈഫിൽ അനുഭവിക്കുക ഞാനത്. എത്ര പേരാണെന്നറിയോ, എനിക്ക് വാട്സപ്പ് തുറക്കാൻ പറ്റുന്നില്ല ഗൈസ്. അത്രമേൽ ആൾക്കാർ. ചിലർ മോളെ അമ്മയാണെന്നാണ് പറയുന്നത്, ചിലർ സഹോദരി എന്നാണ് വിളിക്കുന്നത്, ചിലർ അനിയത്തി എന്നാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചത് എനിക്ക് ആരും ഇല്ല എന്നാ. എന്നെ കുടുംബക്കാർ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കുടുംബം കിട്ടിയതുപോലത്തെ ഒരു അഭിമാന നിമിഷം പോലെ എനിക്ക് തോന്നുക. നമ്മൾ ആരെന്നും മനസ്സിലാക്കാൻ നമുക്ക് ചില സമയത്ത് പറ്റില്ല എന്നുള്ളത് മനസ്സിലായി.